നമ്മളിപ്പോൾ ഒരാശ്വാസം, വലിയൊരു ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊരാശ്വാസം. ഇവിടെ ഉണ്ടായത് അധികൃതരുടെ അനാസ്ഥയാണ് ഇപ്പോൾ ഇങ്ങനൊരു ദുരന്തത്തിലേക്ക് വഴിതെളിച്ചത്. ഈ കെട്ടിടം കാലപ്പഴക്കമുള്ളതാണെന്നും ഇവിടെ രോഗികളെ കിടത്തരുതെന്നും ഈ കെട്ടിടത്തിൽ നിന്നും രോഗികളെ മാറ്റിപ്പാർപ്പിക്കണമെന്നും കുറേയേറെ കാലങ്ങളായി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാരും കോൺഗ്രസ് പാർട്ടിയും ഈ സൂപ്രണ്ടിനോട് ഉൾപ്പെടെ നിരന്തരമായി നമ്മൾ പരാതി കൊടുക്കുകയും പരാതി പറയുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഈ കെട്ടിടം ബലവത്ത അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. ആർപ്പുക്കര പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ ഇവിടെ നിൽപ്പുണ്ട്. എല്ലാ വർഷവും പഞ്ചായത്തിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതാണ്. വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. ഇവിടെ ഇതിനു മുമ്പ് ഒരു 6 മാസം മുമ്പ് ഇതേപോലെ തന്നെ ഈ മേൽക്കൂരയുടെ ഭാഗത്ത് നിന്ന് സിമന്റ് അടർന്നു വീണ് 5ഓളം രോഗികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ ജീവനക്കാർക്ക് ന്യൂറോ സർജറിയുടെ ഓപ്പറേഷൻ തിയേറ്ററാണ് ഈ ബാത്റൂമിനോട് ചേർന്ന് ഉള്ളത്. ഇന്നലെ അവിടെ ഒരു ഡോക്ടർ ഇതേപോലെ തന്നെ മേളിൽ നിന്ന് തേപ്പ് അടർന്നു വീണിട്ട് തലനാരിഴയ്ക്ക് അദ്ദേഹത്തിന് ഒന്നും ഏക്കാലും ഭാഗ്യം കൊണ്ട് സംഭവിച്ചില്ല. അദ്ദേഹത്തിന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു വലിയ അപകടം ഇന്നലെയും ഉണ്ടായി. ഇപ്പം ഇവിടെ 2 മന്ത്രിമാർ ഈ ഒരു സമയത്ത് ഒരു സംഭവം ഉണ്ടായപ്പോൾ, ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആരെയും എതിർക്കുകയാണെന്നോ അല്ലെങ്കിൽ നമ്മളൊരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നില വർത്തമാനം പറഞ്ഞൊന്നും ഒന്നും ചിന്തിക്കരുത് ആരും. ഇവിടെ 2 മന്ത്രിമാർ വന്നിട്ട് ഒരു പച്ച കള്ളമല്ലേ ഇപ്പം പറഞ്ഞിട്ട് പോയത്. അവർ പറഞ്ഞത് എന്താ, അവിടെ ആരെയും കിടത്തി ചികിത്സിക്കുന്നില്ലെന്ന്. ആരും കിടത്തി ചികിത്സിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ അതിന്റെ ബാത്റൂമിനകത്ത് ആളുകൾ ഉണ്ടാകുന്നത്? ഇവിടെ 14, 13, 11 വാർഡുകൾ ഇവിടെ പഴയതുപോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ 3 വാർഡുകളിൽ ഏറെ രോഗികൾ അവിടെ കിടക്കുകയാണ്. ആ രോഗികളോടൊപ്പം കൂട്ടിയിരുന്ന ആളുകളും രോഗികളുമാണ് ആ ബാത്റൂമിലുണ്ടായിരുന്നത്. അവർക്കാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്.